വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് കിടപ്പിലായ യുവതി സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. തിരുവനന്തപുരം മേട്ടുക്കട സ്വദേശിനി വിനിതയാണ് 4 വർഷമായി കിടപ്പിലായത്. നാല് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു വിനിത. പഠനകാലത്ത് മിടുക്കി, ഒരു നാടിന്റെ ആകെ പ്രിയങ്കരി. പക്ഷേ സ്വപ്നങ്ങളെ പാതിവഴിയിൽ തകർത്തായിരുന്നു വിനിതയുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം വന്നെത്തിയത്. വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വിനിത കിടപ്പിലാകുകയായിരുന്നു. ചികിത്സയ്ക്ക് ഏറെ പണം ചെലവാക്കി. തുടർ ചികിത്സയ്ക്കായി കുടുംബം ബുദ്ധിമുട്ടുകയാണ്. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. കാരണം 4 വർഷം കൊണ്ട് കിടപ്പിലാണ്. ആ കുട്ടി ഓടിച്ചാടി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. 2 പെൺകുട്ടികളാണ്. കടവും ലോണും കാര്യങ്ങളുമായിട്ട് അവർക്ക് ചികിത്സിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ മാക്സിമം ചികിത്സിച്ചു. ഇപ്പോൾ വയസ്സായ അച്ഛനും അമ്മയാണ്. അവർ ആത്മഹത്യയുടെ വക്കിലാണ്. 9ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് വിനിതയ്ക്ക്. രണ്ടുപേരും അറ്റാക്ക് രോഗിയാണ്. ഞാൻ സെന്റ് ഇട്ടിരിക്കുകയാണ്. എനിക്കിന്നും വയ്യാതെ ഇവർ കയ്യൊക്കെ എടുക്കാൻ വയ്യാതെ ആയി. ഇനി കൊണ്ടുപോകാൻ ഒരു ആശുപത്രി ഇല്ല. ചിത്രയിൽ എന്നെ വീണ്ടും കൊണ്ടുപോകാൻ പണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഒരു തരി സ്വർണം പോലും ഇല്ല. പണയം വിൽക്കാനോ വീട് പോലും ഇല്ല. വീട് പണയത്തിൽ ലോണാണ്. എല്ലാ സങ്കടങ്ങളും കൊണ്ട് പറയുന്നു. ഇനി ഞങ്ങളെ കൊണ്ട് നോക്കാൻ പ്രായസായി വരണം. 4 വർഷം കൊണ്ട് മകള് ഈ കിടപ്പിലെ കിടക്കാണ്. ചികിത്സയ്ക്ക് നിവൃത്തിയില്ല. അതിനെ കൊണ്ട് ഇതിനെ കുറിച്ചാണ് ആശുപത്രിയെ കൊണ്ടുപോയി ചിത്രയിൽ കൊണ്ടുവന്നാണ് പറയാം. ഒരുപാട് ഡോക്ടറെ ബന്ധപ്പെട്ട് അപ്പോൾ അവർ ചിത്രയിൽ വീണ്ടും ഒരു മാസം കിടന്നിട്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ തിരിച്ച് പേര് വിട്ടു. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുടുംബം ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കനിവ് തേടുകയാണ്.